അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള സഹകരണം വിച്ഛേദിച്ച് ഇറാൻ. ഇത് സംബന്ധിച്ച ബില്ലിന് ഇറാൻ പാർലമെന്റ് അംഗീകാരം നൽകി. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അധികൃതരുടെ പരിശോധനകളും പ്രവേശനവും നിരോധിച്ചുകൊണ്ടുള്ള ബില്ലാണ് ഇറാൻ പാർലമെന്റ് ഐക്യകണ്ഠേന പാസാക്കിയത്. അതേസമയം ബില്ല് ഇറാൻ പാർലമെന്റ് പാസാക്കിയെങ്കിലും അന്തിമ അംഗീകാരം ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിലാണ് നൽകേണ്ടത്. ഇതോടെ ഇത് പ്രാബല്യത്തിൽ വരികയായിരുന്നു. IAEA നിരീക്ഷകർക്ക് രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിൽ വിലക്കുണ്ടാകും. ഏജൻസിയുടെ പ്രവേശനത്തിന് ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ അംഗീകാരം ആവശ്യമായി വരുമെന്ന് ഇറാൻ പാർലമെന്റ് വക്താവ് അലിറസെ സലീമി പറഞ്ഞു. ഇറാനിലെ ആണവ നിലയങ്ങൾക്കെതിരായ ആക്രമണത്തെ ചെറിയ തോതിൽ പോലും അപലപിക്കാൻ തയ്യാറാകാതിരുന്ന അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അതിന്റെ അന്താരാഷ്ട്ര വിശ്വാസ്യത ഇല്ലാതാക്കിയെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് പറഞ്ഞു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും ബോംബാക്രമണത്തിൽ തകർത്തുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ആക്രമണം ഇറാന്റെ ആണവ പദ്ധതികൾക്ക് കാര്യമായ ക്ഷതം ഏൽപ്പിച്ചിട്ടില്ലെന്ന US രഹസ്യാന്വേഷണ വിലയിരുത്തൽ ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതേസമയം ഈ റിപ്പോർട്ടുകൾ പൂർണ്ണ അസംബന്ധമാണെന്നാണ് ട്രംപിന്റെ പ്രതികരണം. ഈ വിവാദങ്ങൾക്കിടയിലാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള ബന്ധം ഇറാൻ അവസാനിപ്പിക്കുന്നത്. ഇറാൻ ആണവ പദ്ധതികൾ തുടരുമെന്ന് കഴിഞ്ഞ ദിവസം രാജ്യത്തെ ആണവോർജ്ജ ഏജൻസി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെ ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളിൽ US ബോംബാക്രമണം നടത്തിയ സാഹചര്യത്തിൽ അവിടങ്ങൾ പരിശോധിക്കാൻ തങ്ങൾക്ക് കഴിയണമെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. IAEA സംഘത്തിന് ഇറാനിൽ പരിശോധന നടത്താനുള്ള സുരക്ഷാ സാഹചര്യം ഉണ്ടാക്കാനായി ആക്രമണം നിർത്തണമെന്നായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഇറാനും ഇസ്രയേലിനും പശ്ചിമേഷ്യയ്ക്കും സമാധാനമാണ് ആവശ്യമെന്ന് ഓസ്ട്രിയയിലെ വിയന്നയിൽ അടിയന്തരമായി വിളിച്ചു ചേർത്ത IAEA ബോർഡ് ഓഫ് ഗവേണൻസിന്റെ യോഗത്തിൽ ഗ്രോസി പറഞ്ഞു. അതിനുള്ള ആദ്യ പടിയെന്ന നിലയിൽ IAEA പരിശോധനകൾ ഇറാന്റെ യുറേനിയം ശേഖരത്തിന്റെ അളവ് കണക്കാക്കണം. 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം 400 കിലോഗ്രാമാണ് ഇറാന്റെ പക്കലുണ്ടായിരുന്നത്. ഇത് ഇപ്പോൾ എത്രയുണ്ടെന്ന് കണക്കാക്കണം, അദ്ദേഹം പറഞ്ഞു. ആണവ ഉപകരണങ്ങളും സാമഗ്രികളും സംരക്ഷിക്കാൻ പ്രത്യേകം നടപടികളെടുത്തതായി വെള്ളിയാഴ്ച തനിക്കയച്ച കത്തിൽ ഇറാൻ അറിയിച്ചതായി ഗ്രോസി വ്യക്തമാക്കി. ആക്രമണത്തിൽ ഭൂമി തുറക്കുന്ന ബോംബ് ഉപയോഗിച്ചതും സ്ഫോടനമുണ്ടാക്കിയ കമ്പനവും വളരെ സുരക്ഷിതമായ സന്തുലനത്തോടെ സ്ഥാപിച്ചിരിക്കുന്ന സെൻട്രിഫ്യൂജുകളെ താറുമാറാക്കിയിട്ടുണ്ടാകുമെന്ന് ഗ്രോസി അഭിപ്രായപ്പെട്ടു. അതേസമയം തങ്ങൾക്ക് ആണവായുധമുണ്ടാക്കാൻ ലക്ഷ്യമില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷൻസ്കിയാൻ ആവർത്തിച്ചു. എന്നാൽ സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവോർജ്ജം ഉപയോഗിക്കുന്നതിനുള്ള നിയമപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.